സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് 6 പേർ. റാപ്പർ വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ സഹോദരൻ. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. കാഞ്ഞാണി ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് പ്രകാശിക്കാത്തത് സ്ഥിരം അപകടങ്ങൾക്കിടയാക്കുന്നുവെന്ന് നാട്ടുകാർ. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിച്ചു. റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യം. വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമമെന്നും പരാതിയിൽ പറയുന്നു. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:45 അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ വെങ്കിടങ് ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പട്ടാമ്പി സ്വദേശികളായ 2 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി ജംഗ്ഷനിൽ രാത്രിയിൽ സിഗ്നൽ ലൈറ്റ് പ്രകാശിക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്തുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDCയെ സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി VK ശരത് പറഞ്ഞു. അപ്പോൾ KLDC ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ KLDC എല്ലാ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് KDയുടെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ് അതിൽ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാസ്സാക്കാവുന്ന വിഷയമുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ നടപടികളായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഊഹിച്ചിട്ട് മണ്ണിട്ട് KLDC ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്തു തന്നാലും അത് ചിലപ്പോൾ സ്ഥിരം സംവിധാനമായി മാറും. ആ പാലത്തിൻ്റെ പണി തൽക്കാലം അപ്പോൾ നിന്നു പോകും. പാലവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നൽകിയെന്നും ഇനി നടപടി സ്വീകരിക്കേണ്ടത് KDA ആണെന്നുമാണ് KLDC അധികൃതർ പറയുന്നത്. നാട്ടുകാരനായ റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ആവശ്യമുന്നയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാടശേഖരത്തിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ പാലം വഴിയാണെന്നതിനാൽ കൃഷിപ്പണി തുടങ്ങിയാൽ ഓവ് വെച്ച് മുകളിൽ മണ്ണിട്ടുറപ്പിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയുണ്ടാകും. ആയതിനാൽ എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. TCV തൃശൂർ. കൂർക്കഞ്ചേരി ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇന്നലെ രാത്രിയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 17 ഓപ്പൺ ജിം പാർക്കിന്റെ ഉദ്ഘാടനം മേയർ നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴേക്കാണ് ആക്രമണം നടന്നത്. നെടുപ്പുഴ പോലീസിൽ പരാതി നൽകി. പട്ടികജാതിക്കാരനായതിന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് മേളം അവതരിപ്പിക്കാൻ ഇനിയും അനുമതിയില്ലാത്ത പെരിങ്ങോട് ചന്ദ്രന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുരസ്കാരം. 2025 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരമാണ് പഞ്ചവാദ്യ തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രന് സമർപ്പിക്കുക. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് 14 ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. പെരിങ്ങോട് ചന്ദ്രൻ നേരിട്ട അവഗണനയെക്കുറിച്ച് 8 വർഷം മുൻപ് TCV വാർത്ത നൽകിയിരുന്നു. പുതുക്കാടിനും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയിലെ മുരിയാട് റെയിൽവേ ഗേറ്റ് ഇന്ന് രാത്രി 9 മുതൽ നാളെ പുലർച്ചെ 3 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് ഗേറ്റ് അടച്ചിടുന്നത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് വലയിൽ കുടുങ്ങിയ
വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. പൂച്ചക്കടവിലാണ് ഇന്ന് രാവിലെ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വീടിന്റെ വേലിയിൽ കെട്ടിയിട്ട വലയിലാണ് 7 അടി നീളമുള്ള മലമ്പാമ്പ് കുടുങ്ങിയത്. പരിസരവാസികളായ അബ്ദുൾ ഹബീബ്, മുഹമ്മദ് യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. പിന്നീട് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് പാമ്പിനെ കൈമാറി. ഇടവേള. ഗോബോ നന്ദിയുടെ ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. റോഡരികിൽ കേബിളുകൾ സ്ഥാപിക്കുന്നതിനിടെ തകർന്ന റോഡ് ഒടുവിൽ അറ്റകുറ്റപ്പണി നടത്തി. 8 മാസം മുൻപാണ് കാട്ടകാമ്പാൽ മേഖലയിൽ റോഡരികിൽ യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് കേബിളുകൾ വലിച്ചത്. കേബിളുകൾ സ്ഥാപിച്ചതിനു ശേഷം കുഴി മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചുപോയതോടെ റോഡരികിൽ വലിയ കുഴിയായി. അപകടം പതിവായതോടെ നാട്ടുകാർ മണ്ണിട്ട് പലപ്പോഴും കുഴി അടച്ചിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. പെങ്ങാമുക്ക് റോഡിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. ഹൈസ്കൂളിന് സമീപം നടുറോഡിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച മൂലം റോഡിൽ കുഴിയായി. ഈ കുഴിയിലൂടെ വെള്ളം ഒഴുകി സമീപത്തെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. കരിച്ചാൽ റോഡിന് സമീപം റോഡരികിൽ 2 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് ഇനിയും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. പമ്പിംഗ് നടത്തുമ്പോഴെല്ലാം ഇവിടെ വെള്ളം പാഴാകുന്നുണ്ട്. പുത്തൻകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ദിനകാല രാധാകൃഷ്ണന്റെ വീടിന്റെ താക്കോൽദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം KPCCയുടെ 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടവലൂർ പഞ്ചായത്തിലെ ആൽത്തറ കൊടമുക്കിൽ വീട് നിർമ്മിച്ചു നൽകിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നാസർ കല്ലായി അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ, K ജയശങ്കർ, ഫൈസൽ കാഞ്ഞിരപ്പിള്ളി, MM മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അതിന് ആർജവത്വം കാണിച്ച ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സ്മരണയിലാണ് നിങ്ങൾ ഈ വീട് കൊടുക്കുന്നത് എന്നറിയുന്നതിലും അതിയായ സന്തോഷം. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിന് മുൻകൈയെടുത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു. തിരക്ക് നിയന്ത്രിക്കാനായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വിവാഹത്തിരക്കേറുന്ന ദിവസങ്ങളിൽ ക്ഷേത്രനടയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. തദ്ദേശീയരായ ഭക്തർക്കും ക്ഷേത്രനടയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഭക്തർക്കും കിഴക്കേനടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ ചെന്ന് തൊഴുത് വേഗം മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. തെക്കേനടയിലൂടെ ദീപസ്തംഭത്തിനടുത്തെത്താൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. തിരക്കുള്ള ദിവസങ്ങളിൽ തെക്കേനടയിൽ നിന്നും ദീപസ്തംഭത്തിനടുത്തേക്ക് നേരെ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റി വേണം ദീപസ്തംഭത്തിന് അടുത്തെത്താൻ. തെക്കേനടയിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനടുത്തേക്ക് പ്രവേശിക്കുമ്പോഴും വിവാഹ സംഘങ്ങളെ കയറ്റിവിടുവാനായി വരി അടച്ചുകെട്ടും. കാത്തുനിന്ന് വരി തുറന്നാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും അടച്ചിട്ടുണ്ടാകും. ഇവിടെയും കാത്തുനിന്ന് വീണ്ടും കല്യാണ മണ്ഡപത്തിൽ എത്തിയാലും പ്രവേശിക്കാനാകില്ല. കിഴക്കേനടയിലെ ക്ലോക്ക് റൂം വഴിയാണെങ്കിൽ അവിടെയും തുറന്നിട്ടുണ്ടാകില്ല. വിവാഹ സംഘങ്ങളും ദർശനത്തിനുള്ളവരും കൂടിക്കലരുന്നതോടെ നിന്നു തിരിയാൻ പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതുമൂലം തദ്ദേശീയരായ ഭക്തർ ഉച്ചവരെ ക്ഷേത്രം നടയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരമായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV ഗുരുവായൂർ. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കൂർക്കഞ്ചേരി സ്വദേശിയായ സബീർ നിർമ്മിച്ച മഹാനടൻ എന്ന ആൽബം ഹിറ്റാവുന്നു. റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മമ്മൂട്ടിയടക്കം നിരവധി പേരാണ് ആൽബത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത്.
BK ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സൂരജ് കുറുപ്പാണ് സംഗീത സംവിധാനം. ആവണി മൽഹാറും സൂരജ് കുറുപ്പും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിൽ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ഈ മാസം 6-ന് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിലാണ് ആൽബം റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുടെ കാർ നമ്പറായ 369 ചേർത്ത് M369 എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മഹാനടൻ എന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത്. 40 വർഷമായി മമ്മൂട്ടിയുടെ ആരാധകനാണെന്നും മമ്മൂട്ടിയെക്കുറിച്ച് ഇതുവരെ ഇറങ്ങിയ ഒരു പാട്ടും തനിക്ക് തൃപ്തി തരാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആൽബം ഇറക്കാൻ പ്രചോദനമായതെന്നും സബീർ പറഞ്ഞു. ഞാൻ ഒരു 10-40 വർഷമായിട്ട് മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അപ്പം മമ്മൂക്കാനെ കുറിച്ച് 45 വർഷമായി മമ്മൂക്ക ലൈവായിട്ട് മലയാള സിനിമയിലുണ്ട്. അപ്പോൾ മമ്മൂക്കാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊന്നൊരു ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് അത്ര തൃപ്തി നൽകിയിട്ടില്ല. ഒരു പാട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഈ സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ബർത്ത്ഡേയിൽ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഇറക്കി. ആ വീഡിയോ ആൽബത്തിൻ്റെ പേര് മഹാനടൻ എന്നാണ്. ഞാനാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക പാട്ട് കേട്ടു, നല്ല അഭിപ്രായമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. 35 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ ആദ്യമായി മമ്മൂട്ടി ഫാൻസിന് തുടക്കം കുറിച്ചത് കൂർക്കഞ്ചേരി സ്വദേശി സബീറാണ്. 90കളിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയ സബീർ സ്ക്രിപ്റ്റ് റൈറ്റർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ്. മാടക്കും മൃഗയക്കും കളരിച്ചേകവ വീരനും ഉയരേകി നിറവേകി പലതായി മാറിയ കാലം TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക് തുടരുന്നു. നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതോടെ വിവാഹ സംഘങ്ങൾ തിരക്കിൽ വീർപ്പുമുട്ടി. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ഓണാവധി കഴിഞ്ഞിട്ടും 186 വിവാഹങ്ങളാണ് ബുധനാഴ്ച നടന്നത്. ചിങ്ങത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായി താലികെട്ട് ആരംഭിച്ചു. 5 മുതൽ 9 വരെ 50 വിവാഹങ്ങളാണ് നടന്നത്. 9 മുതൽ 10 വരെ മാത്രം 100 വിവാഹങ്ങൾ നടന്നു. ഈ സമയത്ത് ക്ഷേത്ര പരിസരത്തേക്ക് കാലുകുത്താൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തിരക്കിനിടയിൽ വധു തളർന്നു വീണു. വധൂവരന്മാരുടെ സംഘങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയാത്ത സ്ഥിതിയായി. ഉച്ചയ്ക്ക് 12ഓടെയാണ് തിരക്കിന് ശമനമായത്. തിരക്ക് നിയന്ത്രിക്കാനായി വിവാഹ സംഘങ്ങൾക്കും ദർശനത്തിനുള്ള ഭക്തർക്കും വൺവേ സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ക്ഷേത്രനടയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായില്ല. വാഹനങ്ങൾക്ക് വൺവേ ഏർപ്പെടുത്തിയിരുന്നു. അഷ്ടമി രോഹിണി ദിവസമായ ഞായറാഴ്ച 200ഓളം വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ദർശനത്തിനുള്ള തിരക്കും വിവാഹ തിരക്കും ഘോഷയാത്രകളും കണക്കിലെടുത്ത് പുലർച്ചെ 4-ന് താലികെട്ട് ആരംഭിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130, പവന് 81,040. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. 1 മാസത്തിനിടെ രോഗം ബാധിച്ചു മരിച്ചത് 6 പേർ. റാപ്പർ വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ സഹോദരൻ. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. കാഞ്ഞാണി ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് പ്രകാശിക്കാത്തത് സ്ഥിരം അപകടങ്ങൾക്കിടയാക്കുന്നുവെന്ന നാട്ടുകാർ. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.